എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാൻഡ് വില്ലേജ് കാണിക്കുന്നു. അവിടെ ഒരുപാട് പേര് ചേർന്ന് വില്ലന്മാര് ഫിക്സ് ചെയ്തിട്ടുള്ള ബോംബ് എല്ലാം തന്നെ ഇപ്പൊ ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അവിടെ മാൻഷനില് ഇപ്പൊ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ പുതിയൊരു കസികക്കിനെ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഗ്രാമം അനാഥമായി പോകുമെന്ന് പറയുമ്പോ മറ്റു ചിലർ പറയും നമുക്ക് എത്രയും പെട്ടെന്ന് ആദ്യം നമ്മുടെ പഴയ കസികക്കായിട്ടുള്ള ഗാരെ തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്, അതിനുശേഷം ഇതിനെക്കുറിച്ച് ആലോചിക്കാന്ന് മറ്റു ചിലർ പറയും. അപ്പൊ അതേ സമയത്ത് ഒരു ഗാർഡ് വന്നു പറയും ഞങ്ങൾ എല്ലാവരും ചേർന്ന് വില്ലന്മാരുടെ ട്രാപ്പുകളെല്ലാം തന്നെ ഇപ്പൊ നീക്കം ചെയ്തു. മാസ്റ്റർ ആവട്ടെ അത് കേട്ട് ഒരു നിമിഷം പുറത്തേക്ക് നോക്കുമ്പോ ഗാറെ കൊണ്ട് ഗ്രാമത്തിനുണ്ടായ എല്ലാ വളർച്ചയും ആൾ ഒരു സെക്കൻഡ് ഇപ്പൊ ആലോചിച്ച് നോക്കും. അപ്പൊ മറ്റൊരു ഗാർഡ് അവിടേക്ക് വന്ന് പറയും മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് മരിച്ചുപോയ എല്ലാവരുടെയും ബോഡി റിക്കവർ ചെയ്തു, മാത്രമല്ല കങ്കൂറെ കണ്ടെത്തിയിട്ടുണ്ട്. ആളുടെ സിറ്റുവേഷൻ അത് വളരെ മോശമാണ്. അത് കേട്ട് മാസ്റ്റർ ചോദിക്കും ഗാറെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? അതിന് ഗാർഡ് പറയും വ്യക്തമായിട്ട് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മുടെ ആൾക്കാര് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഗാറെ തേടിപ്പോയ എല്ലാ ഗാർഡ്സിനെയും ആ വില്ലന്മാർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ വെട്ടിയിട്ടിരിക്കുകയാണ്. ദേദുറ വില്ലൻ പറയും എന്റെ മിഷൻ അത് കംപ്ലീറ്റ് ആയി, ഞാൻ ഗാറെ പിടിച്ചെടുത്തു, നമുക്കിപ്പൊ തന്നെ നമ്മുടെ സങ്കേതത്തിലേക്ക് പോകണം. ഇവനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം നിന്റെ ഓപ്പണന്റിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ദാദുറ ചോദിക്കും അവൻ യഥാർത്ഥത്തിൽ ആരാണ്, അവന്റെ പേരെന്താണ്, അവന്റെ പവർ അതെന്താണ്? അതിന് സാസുരി പറയും ഇതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവനെ കിട്ടിയ എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രം എനിക്കറിയാം. അവന്റെ പവർ അത് വളരെ കൂടുതലാണ്. സാസുരി വില്ലൻ അവൻ സംസാരിക്കുമ്പോ അവന്റെ മുഖം ഇപ്പോ ഒരു പപ്പടിൻ്റെതുപോലെ കാണപ്പെടും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ഗാറെ തേടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സാക്കുറ നിലവിളിച്ച് പറയും കുട്ടപ്പ ഇത്രയും സ്പീഡിൽ പോണ്ട, കുറച്ച് പതുക്കെ പോ. അത് കണ്ട് കാക്കാഷി പറയും നീ ഒരിക്കലും ഇത്രയും ദേഷ്യപ്പെട്ട് സ്പീഡിൽ പോകാൻ പാടില്ല, നിന്റെ മോൺസ്റ്റർ അതൊരിക്കലും പുറത്തു വരാൻ പാടില്ല എന്ന് പറയുമ്പോ അവര് ദൂരത്തായിട്ട് ടമരി നടന്നു പോകുന്നത് കാണും. അവളെ കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവളുടെ തൊട്ടടുത്തെത്തും. സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയുമ്പോ അവളാവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. അവള് പറയും എനിക്ക് നേരത്തെ തന്നെ ഒരുപാട് സംശയം തോന്നിയിരുന്നു, അതിനുള്ള അടയാളങ്ങളും ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു പ്രശ്നം ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോ കാക്കാഷി പറയും നമുക്കിപ്പോ എത്രയും പെട്ടെന്ന് സാൻഡ് വില്ലേജിലെത്തണം. കട്ട് ചെയ്താ ഇവിടെ കങ്കൂറ അവൻ ജീവനു വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് കൊടുക്കേണ്ട മെഡിസിൻ അതേതാണെന്ന് പോലും അറിയാതെ അവരെല്ലാവരും ഇപ്പൊ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. മാസ്റ്റർ ഒരുപാട് വിഷമത്തില് ഇപ്പൊ കങ്കൂറെ നോക്കി നിൽക്കും. ഇവിടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങള് ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചി അവനെ തേടി വന്നപ്പോ ജിറയമാവൻ അവനോട് പറഞ്ഞ കാര്യം അവർക്ക് ആവശ്യം നിന്നെയല്ല, നിന്റെ ഉള്ളിലെ ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ പവറാണ്. അതൊക്കെ ഓർത്ത് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പന് കലി കയറി അവൻ സ്പീഡിൽ വീണ്ടും മുൻപോട്ടോടും. കാക്കാഷിയും സാക്കുറയും അത് കണ്ട് കുട്ടപ്പനെ തടയുമെങ്കിലും ടമരിക്ക് മാത്രം കാര്യം പിടികിട്ടില്ല. അപ്പൊ കുട്ടപ്പൻ നിലവിളിച്ച് പറയും അവർക്കാവശ്യം എന്നെയും ഗാറയുമാണ്, ഞങ്ങളുടെ 2 പേരുടെ ബോഡിയിലുള്ള മോൺസ്റ്റേഴ്സിന്റെ പവറാണ് അവർക്ക് ആവശ്യം എന്ന് പറയുമ്പോഴായിരിക്കും ടമരി ആദ്യമായിട്ട് ഇപ്പൊ ആ ഒരു സത്യം തിരിച്ചറിയുക. അത് കേട്ട് സാക്കുറ ഇപ്പൊ ഒരു മിനിറ്റ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഒരുപാട് പേര് കുട്ടപ്പനെ ചെറുപ്പത്തില് മാറ്റി നിർത്തിയ കാര്യം ഇപ്പൊ പ്രസന്റില് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും എന്നെയും ഗാറയും ചെറുപ്പത്തില് എല്ലാവരും വെറും മോൺസ്റ്റർ ആയിട്ട് മാത്രമാണ് കണ്ടിരുന്നത്, ഞങ്ങൾ 2 പേരും ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു വന്നത്. ഇപ്പൊ അവര് ഗാറയെ കൊണ്ടുപോയെങ്കില് തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്യം അത് ഞാൻ തന്നെയാണ്. കുട്ടപ്പൻ പറയും ചെറുപ്പം മുതലേ ഞങ്ങൾ 2 പേരെയും എല്ലാവരും അകറ്റി നിർത്തി, പക്ഷെ എനിക്ക് തുണയായി ഇറൂക്ക, കാക്കാഷി എന്നിങ്ങനെ ഒരുപാട് പേര് വന്നതുകൊണ്ട് ഞാൻ ചേഞ്ചായി. പക്ഷെ ഗാറ അവനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി ഒരു മൃഗമാക്കി മാറ്റി. അവൻ ഇപ്പോഴാണ് എല്ലാം തിരിച്ചറിഞ്ഞ് അവന്റെ ഗ്രാമത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത്. അത് കേൾക്കുമ്പോ ഇപ്പൊ ടെമരിക്ക് ഒരുപാട് വിഷമാവും. എന്ത് സംഭവിച്ചാലും ഗാറയെ ഞാൻ രക്ഷിക്കും, എനിക്കൊരു പേടിയില്ല, എന്റെ ജീവൻ നഷ്ടമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പ മുൻപോട്ട് പോകുമ്പോ ഇപ്പൊ ടെമരിയുടെ മുഖത്തേക്ക് ഒരു തുള്ളി വെള്ളം വന്ന് വീഴും. അതെന്താണെന്ന് നോക്കുമ്പോഴായിരിക്കും അവള് കാണുക കുട്ടപ്പൻ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നറൂട്ടോ എല്ലാവരുടെയും വേദനയില് ഇപ്പൊ പങ്കുചേരുന്ന കണ്ട് ടെമരിക്കാവട്ടെ ഒരുപാട് വിഷമാവും. അവള് കണ്ണടച്ച് ഇപ്പൊ കുട്ടപ്പന് താങ്ക്സ് പറയുന്ന അതേ സമയത്ത് ഇവിടെ കങ്കൂറയുടെ അവസ്ഥ അത് മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. കങ്കൂറ അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മാസ്റ്ററിന് പിടികിട്ടും, പക്ഷെ അതെന്താണെന്ന് ക്ലിയർ ആവില്ല. മാസ്റ്റർ ആവട്ടെ കങ്കൂറയുടെ അടുത്തേക്ക് അവന്റെ ചെവി അടുപ്പിക്കുമ്പോ കങ്കൂറ പറയും റെഡ് സാൻഡ്. ബാക്കി മാസ്റ്റർ
ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് മാസ്റ്റർ ട്രാക്കിംഗ് യൂണിറ്റിലേക്ക് ഇപ്പൊ ഓടി വന്ന് എത്രയും പെട്ടെന്ന് എന്നെ ഫോളോ ചെയ്യാൻ പറയും. അതിന് അവര് പറയും ഓൾറെഡി അവർ പുറപ്പെട്ടു കഴിഞ്ഞു. ട്രാക്കിംഗ് യൂണിറ്റിന്റെ റെസ്പോൺസ് പ്രകാരം നമ്മുടെ ആൾക്കാരെല്ലാവരും മരിച്ചുവെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് കേൾക്കേണ്ട താമസം മാസ്റ്റർ പുറത്തേക്ക് ഓടുമ്പോ വേറൊരു ഗാർഡ് ഇപ്പൊ വിളിച്ചു പറയും എത്രയും പെട്ടെന്ന് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മാങ്ഷനിൽ നിന്ന് ഇപ്പൊ ഓർഡർ വന്നിട്ടുണ്ട്. മാസ്റ്റർ അത് മൈൻഡ് ചെയ്യില്ല. ഉടനെ എത്രയും പെട്ടെന്ന് ഓണറബിൾ സിസ്റ്ററിനോടും ബ്രദറിനോടും ഹെൽപ്പ് ചോദിക്കണം. കട്ട് ചെയ്താ ഇവിടെ സാക്കുര ആവട്ടെ ഫുഡ് ബിൽ എടുത്ത് കഴിക്കുകയാണ്. കാക്കാഷി പറയും നീ വെറുതെ ഫുഡ് ബില്ല് കഴിക്കരുത്, അത് ഭാവിയിൽ വലിയ പ്രശ്നമാവും. സാക്കുര അത് കാര്യാക്കില്ല. അവൾ മുൻപോട്ട് വന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും ഹിറ്റാച്ചി അവൻ നിന്നെ തേടി വന്നിരുന്നോ? ആക്ച്വലി സാക്കുറയ്ക്കും അക്കാസ്കി ഓർഗനൈസേഷനെ കുറിച്ചും ഹിറ്റാച്ചിയെ കുറിച്ചും അവരെന്തിനാണ് കുട്ടപ്പനെ ഫോളോ ചെയ്യുന്നതെന്നും കറക്റ്റായിട്ട് അറിയാം. അത് കേട്ട് കുട്ടപ്പൻ പറയും ഞാൻ ഈ 2.5 വർഷക്കാലം വെറും പ്രാക്ടീസ് മാത്രമായിരുന്നില്ല എൻ്റെ ലൈഫിൽ ചെയ്തിരുന്നത്, മറിച്ച് ഒക്കാഗയുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പുസ്തകം പഠിച്ച് ഇൻഫർമേഷൻസ് ഒത്തിരി ഞാൻ ഗ്യാദർ ചെയ്തു വെച്ചിട്ടുണ്ട്. കുട്ടപ്പൻ ഒരു സെക്കൻഡ് കണ്ണടച്ചിരുന്ന് ഇപ്പൊ സാസുക പറഞ്ഞ കാര്യം ആലോചിക്കും. ഞാൻ എത്ര വില കൊടുത്തും അവനെ തകർത്ത് കളഞ്ഞ് എൻ്റെ ക്ലാൻ അത് തിരികെ പിടിക്കും. അത് കേട്ട് സാക്കുറ ചോദിക്കും അപ്പൊ ഹിറ്റാച്ചി അവനും അക്കാസ്കി ടീമിലെ ഒരു മെമ്പറാണോ? കുട്ടപ്പൻ അതിന് മറുപടി പറയില്ല. അവൻ ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചി അവനെ പിടിക്കാൻ വന്ന ആ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങും. അത് കണ്ട സാസുക അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഹിറ്റാച്ചി അടിക്കാൻ വരുന്ന ആ ഒരു ബ്രഹ്മാണ്ഡ മൊമെന്റ് കുട്ടപ്പൻ ഓർത്തെടുക്കും. അതുപോലെ തന്നെ ചുനിയൻ എക്സാം സമയത്ത് ഒറോച്ചിമാറു പറഞ്ഞ കാര്യം, സാസുക നിന്റെ കണ്ണ് അത് ഹിറ്റാച്ചിയെ കഴിഞ്ഞും പവർഫുള്ളാണ്. ഇപ്പൊ പ്രസന്റില് സാക്കുറ പറയും 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒറോച്ചിമാറു ഒരു ബോഡി സ്വീകരിക്കുക. ഇനി നമ്മുടെ മുൻപില് വെറും 6 മാസങ്ങൾ കൂടി മാത്രമേ സാസുകയെ രക്ഷിക്കാനായിട്ട് സമയമുള്ളൂ. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ഒരു സെക്കൻഡ് ഞെട്ടും. കാരണം സാക്കുറ ഇപ്പോഴും പഴയതൊന്നും തന്നെ മറക്കാതെ എല്ലാം ഓർത്തിരിക്കുകയാണ്. സാക്കുറ പറയും അക്കാസ്കി ഓർഗനൈസേഷനെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ ആദ്യം ഒറോച്ചിമാറുവിനെ കുറിച്ച് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ് സാക്കുറ ആവട്ടെ ഇപ്പൊ മുൻപോട്ട് പോവും. സാക്കുറ മനസ്സിൽ ഉറപ്പിക്കും ഇത്തവണ ഇവരെ 2 പേരെയും ഞാൻ തന്നെ രക്ഷിക്കും. കട്ട് ചെയ്താ ഇവിടെ സാൻഡ് വില്ലേജില് മാസ്റ്റർ ആവട്ടെ എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ നടന്ന് ഇപ്പൊ വയസ്സായ ഒരു അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെ അടുത്തെത്തും. അപ്പാപ്പൻ ദൂരത്തായിട്ട് ഇപ്പൊ മാസ്റ്ററെ കണ്ട് ആ ഒരു മുത്തശ്ശിയോട് പറയും നമ്മൾ 2 പേരെ അന്വേഷിച്ച് ഇപ്പൊ ആരോ വരുന്നുണ്ട്. പക്ഷെ മുത്തശ്ശിക്കാണെങ്കിൽ അത് കേട്ട് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അപ്പൂപ്പൻ ടെൻഷനായിട്ട് നിനക്ക് എന്തു പറ്റി, നീ വടിയായി പോയോന്ന് ചോദിക്കുമ്പോ അമ്മൂമ്മയുടെ കയ്യിലുള്ള ആ ഒരു വടി അത് താഴേക്ക് വീഴും. ആ ഒരു വടി അത് താഴെ വീഴുന്ന അതേ സമയത്ത് നമ്മുടെ അമ്മൂമ്മ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. എന്നിട്ട് പൊട്ടിച്ചിരിച്ച് നീ ഞാൻ മരിച്ചു പോയെന്ന് കരുതിയല്ലേ, അത്ര പെട്ടെന്നൊന്നും എൻ്റെ കാറ്റ് പോകില്ല എന്ന് പറഞ്ഞ് അമ്മൂമ്മയും അപ്പൂപ്പനാവട്ടെ വീണ്ടും ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മുടെ മാസ്റ്റർ അവിടേക്ക് വരിക. മാസ്റ്റർ അവിടേക്ക് വന്ന് ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുമെങ്കിലും അവർ 2 പേരും ഒരു കൂസലുമില്ലാതെ മീൻ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാസ്റ്റർ വീണ്ടും പറയും ഞങ്ങളുടെ ഗ്രാമം ഇപ്പൊ വലിയൊരു പ്രതിസന്ധിയിലാണ്. അക്കാസ്കി ഓർഗനൈസേഷനിൽ പെട്ടവര് ഞങ്ങളുടെ ഗാറയെ തട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ഗ്രാമത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗാദർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ 2 പേരുമാണ്. അതുകൊണ്ട് ദയവായി എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പൊ വയസ്സായി, മാത്രമല്ല ഞങ്ങൾ റിട്ടയർഡ് ആയവരാണ്, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനാവില്ല എന്ന് അവരിപ്പോ മാസ്റ്ററിന്റെ മുഖത്ത് നോക്കി പറയും. അമ്മൂമ്മ വീണ്ടും പറയും എനിക്കിനി ഒരേ ഒരു ആശ മാത്രമേ ബാക്കിയുള്ളൂ, എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണണം, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മാസ്റ്റർ പറയും നിങ്ങളുടെ പേരക്കുട്ടി അവൻ അക്കാസ്കി ഓർഗനൈസേഷനിലെ ഒരു മെമ്പറാണ്. അത് കേട്ട് ഇപ്പൊ അപ്പാപ്പനും അമ്മാമ്മയും ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.